30-ാം തീയതി മുതൽ, അതായത് 2 ദിവസം കഴിഞ്ഞാൽ തുടർച്ചയായി ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇങ്ങനെ മഴ ലഭിച്ചാൽ ഡാമുകളിലെ നീരൊഴുക്ക് കൂടും എന്നാണ് പ്രതീക്ഷ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. മൺസൂൺ മഴയിൽ കേരളത്തിലുണ്ടായത് 37% കുറവാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ ആകെ ലഭിച്ചത് 42% മഴ മാത്രമെന്നതാണ് കണക്കുകൾ. ഇന്ന് വരയ്ക്കും 37% മഴക്കുറവുണ്ട് കേരളത്തിൽ ആകെ നോക്കുമ്പോൾ. അതായത് ജൂൺ 1 മുതൽ 27 ജൂലൈ വരെയുള്ള കണക്കാണിത്. അതിൽ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും മഴക്കുറവ് അനുഭവപ്പെടുന്നത് വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ്. സ്വാഭാവികമായിട്ടും സാധാരണ ഒരു കാലവർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന 2 ജില്ലകളാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള ഈ 2 ജില്ലകളെന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം ദൗർഭാഗ്യവശാൽ ഈ 2 ജില്ലകളിലുമാണ് ഏറ്റവും മഴക്കുറവ്. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും 40% മഴ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ ജൂലൈ അവസാനം, അതായത് 30-ാം തീയതി, ഈ വരും ദിവസങ്ങളിൽ മഴ കുറച്ചുകൂടി സ്ഥലങ്ങളിൽ കൂടുതൽ മഴ പെയ്യും. പക്ഷേ 30-31 പിന്നെ ഓഗസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ച നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴ പെയ്യും. പല ജില്ലകളിലും ശക്തമായതോ അതിശക്തമായുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടാണ് പല ജില്ലകളിലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി വെതർ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ അത് ചെയ്യുന്നതായിട്ടുണ്ട്. ഡാൻ ഗുരീനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഗുരുതരമാകുന്നൊരു സാഹചര്യം ആണ് എന്നതാണ് പറയേണ്ടത്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാലവർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാർഷിക മേഖല, കുടിവെള്ളം, വൈദ്യുതി ഉൽപ്പാദനം, ഇതിനെയെല്ലാം ഈ കാലവർഷത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കേണ്ട ജില്ലകളിൽ ഏറ്റവും കുറവ് മഴ പെയ്യുന്നു. എന്താണ് പ്രതീക്ഷകൾ, എന്താണ് സാഹചര്യം? ജൂൺ 1 മുതൽ ലഭിക്കേണ്ടിയിരുന്ന കാലവർഷത്തിൽ ഗണ്യമായ കുറവുണ്ടായതാണ് നിലവിൽ ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത്. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ അത് പകൽ ചൂടും ക്രമാതീതമായി ഉയരുന്ന തരത്തിലേക്ക് എത്തിയതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക ഒരു വശത്ത് നിന്ന് ഉയർന്നു തുടങ്ങിയത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനെ 3ആയി തിരിച്ചുകൊണ്ടാണ് ഈ ജില്ലകളിൽ മഴയുടെ ലഭ്യതയെ നോർമൽ, ഡെഫിഷ്യൻ്റ്, ലാർജ് ഡെഫിഷ്യൻ്റ് എന്ന് 3ആയി തിരിച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നോർമലിൽ ഉള്ളത് 14 ജില്ലകളിൽ തിരുവനന്തപുരം മാത്രമാണ്. അവിടെ 16% കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇന്നലെ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡെഫിഷ്യൻറ്റിൻ്റെ പട്ടികയിൽ ബാക്കിയുള്ള 11 ജില്ലകളുണ്ട്. പക്ഷേ 2 ജില്ലകൾ, അതായത് ഏറ്റവും അധികം മഴ ലഭിക്കേണ്ടിയിരുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളായ ഇടുക്കിയിലും വയനാട്ടിലും 42% മാത്രമേ ഇതിനോടകം മഴ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി -60 അടുത്താണ് ഈ കണക്കുകൾ ഈ 2 ജില്ലകളിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രമാതീതമായി പകൽച്ചൂട് ഉയരുന്നത്. പക്ഷേ ഒരാശ്വാസ വാർത്ത വരുന്ന വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായി ഒരാഴ്ചത്തേക്ക് മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവർ കൃത്യമായി നൽകിയിട്ടുമുണ്ട്. തുടർച്ചയായി മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇതിനോടകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചനകളും. ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക്, വൃഷ്ടിപ്രദേശത്തെ നീരൊഴുക്ക് വർദ്ധിക്കാനടക്കം അത് വഴിവെക്കും. അതൊരു ആശ്വാസമായി മാറും. നിലവിലെ വലിയ കടുത്ത ജലപ്രതിസന്ധിക്ക്, ഈ ഡാമുകളുടെ ജലപ്രതിസന്ധിക്ക് അതൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പങ്കുവെക്കുന്നുണ്ട്. എൽ നിനോ പ്രതിഭാസം തന്നെയാണ് നിലവിൽ ഇത്തരത്തിൽ ഈ പകൽച്ചൂട് ഇങ്ങനെ രൂക്ഷമായി വരുന്നതും മഴയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നു കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന വിവരം കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്.